ബി.ജെ.പിയുമായി ഉടക്കിപ്പിരിഞ്ഞ ശേഷം ഗതികിട്ട പ്രേതം പോലെ അലയുകയാണ് ഉദ്ധവ് താക്കറെ ശിവസേനയിലായിരുന്നു. ശിവസേന രണ്ടായി പിരിഞ്ഞു. ഇപ്പോൾ ഷിൻഡെ വിഭാഗമാണ് ബി.ജെ.പിയുടെ കൂടെ ചേർന്ന് മഹാരാഷ്ട്ര ഭരിക്കുന്നത്. അതിനുശേഷം ഉദ്ധവ് താക്കറെ കണ്ടെത്തിയ ഒരു വഴിയാണ് പിണങ്ങി നിന്ന സഹോദരൻ രാജ് താക്കറെയുമായി ബന്ധപ്പെട്ട് നവനിർമ്മാൺ സേനയുമായി സംയോജിച്ച് ഒരു സഖ്യമുണ്ടാക്കി മുന്നോട്ട് പോകുക എന്നുള്ളത്. ഇപ്പോൾ ആ സഖ്യവും പൊടിഞ്ഞ് പാളീസായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയിലെ രാജ് താക്കറെയും തമ്മിലുള്ള സഖ്യം ഉണ്ടായിരുന്നിട്ടും താക്കറെ സഹോദരന്മാർക്ക് കനത്ത പരാജയമാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ബെസ്റ്റ്, അതായത് ബ്രിഹാദ് മുംബൈ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട് ക്രെഡിറ്റ് സൊസൈറ്റി തെരഞ്ഞെടുപ്പിൽ ശിവസേന MNS സഖ്യം ദയനീയ പരാജയം ഏറ്റുവാങ്ങി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 21 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ സഖ്യത്തിന് കിട്ടിയത് 0 സീറ്റാണ്. BJP വലിയ രീതിയിലാണ് ഇവരെ പരിഹസിച്ചത്. ബെസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ 14 സീറ്റുകൾ നേടി. BJP പിന്തുണയുള്ള പാനൽ 7 സീറ്റുകൾ നേടി. ശിവസേന MNS സഖ്യത്തിന് അക്കൗണ്ട് തുറക്കാൻ പോലും കഴിഞ്ഞില്ല. താക്കറെ സഹോദരന്മാരെ പരിഹസിച്ചുകൊണ്ട് BJP മുഖ്യ വക്താവ് കേശവ് ഉപാധ്യായ പറഞ്ഞത് ഇങ്ങനെയാണ്: 2 പൂജ്യങ്ങളുടെ ഗുണനം എല്ലായ്പ്പോഴും 0ന് തുല്യമാണ്. അതായത് 0 × 0 = 0. അതാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് എന്നാണ് BJP പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളെ ഉദ്ധരിച്ച് ശിവസേന MP സഞ്ജയ് റൌട്ട് ഇതിനെക്കുറിച്ച് ഒരു പ്രസ്താവനയും നടത്തിയില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഉദ്ധവ് താക്കറെ വിഭാഗവും അദ്ദേഹത്തിൻ്റെ കസിൻ രാജ് താക്കറെയുടെ പാർട്ടിയും ആദ്യമായി തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ചതിനാൽ ഈ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായിരുന്നു. ഇവർക്ക് വിജയം ഉറപ്പായിരുന്നു, സുനിശ്ചിതമാണെന്നൊക്കെയാണ് പല ആൾക്കാരും എഴുതി പിടിപ്പിച്ചത്. എന്നിരുന്നാലും ഒരു സീറ്റ് പോലും നേടാൻ ഇവർക്ക് കഴിഞ്ഞില്ല. എല്ലാ സീറ്റുകളിലും തെരഞ്ഞെടുപ്പ് നടന്നുവെന്നും അറിയാൻ സാധിക്കുന്നു. ജീവനക്കാരുടെ വിശ്വാസത്തിൻ്റെ വിജയമെന്നാണ് ബെസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ നേതാവ് ശശാങ്ക് റാവു ഈ ഫലത്തെ വിശേഷിപ്പിച്ചത്. BJP പിന്തുണയുള്ള പാനൽ 7 സീറ്റുകൾ നേടി. ബെസ്റ്റ് സൊസൈറ്റി തെരഞ്ഞെടുപ്പിനായി ഉത്കർഷ് പാനലിൻ്റെ കീഴിൽ ശിവസേനയും MNSഉം ഒരു സഖ്യം രൂപീകരിച്ചു. എന്ന് 21 അംഗ ഡയറക്ടർ ബോർഡിലേക്ക് 21 സ്ഥാനാർത്ഥികളെ നിർത്തി ഈ 21 പേരും പരാജയപ്പെടുകയായിരുന്നു എന്നുള്ളതായിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.